ബാംഗ്ലൂരിലെ ശാന്തിധാമ നഴ്സിംഗ് കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുമോ? ഇതിന്റെ ഉത്തരം നൽകേണ്ട ഒരേ ഒരാള് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഭഗവാൻ. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഒരുപാട് നിരവധി അനവധിയായ ചോദ്യങ്ങളും ഫോൺ കോളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ചില രക്ഷിതാക്കള്, ചില കുട്ടികൾ ആശങ്കയിലിരിക്കുന്ന കുട്ടികളാണ്. എവിടെ പഠിക്കാമെന്നറിയാവോ? ശാന്തിധാമ നഴ്സിംഗ് കോളേജ് ബാംഗ്ലൂർ. ഇതിനെക്കുറിച്ച് സംബന്ധമായ കുറെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തു വിട്ടിരുന്നു. അത് സംബന്ധിച്ച് ആശങ്കയിലായ രക്ഷിതാക്കളും കുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആള് ഞാനല്ല. അതിന്റെ നടപടി എടുക്കേണ്ടതും തീരുമാനം എടുക്കേണ്ടതും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ ഒഫീഷ്യൽസ്, അധികൃതരാണ്. അതിലേറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ഡോക്ടർ ഭഗവാൻ, രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ. ഇതിന്റെ അടിസ്ഥാനം, ഈ ചോദ്യം നിങ്ങൾ അവിടെ ഇരിക്കുന്ന കുട്ടികളും ആ രക്ഷിതാക്കളും ഈ ചോദ്യങ്ങൾ അവിടെ ചോദിക്കണം. അവിടെ ഉത്തരം കിട്ടണം. നിങ്ങളുടെ ഭാവി നിങ്ങൾ സുരക്ഷിതരാക്കണം. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, പോസ്റ്റ് BSc MSc ക്ലാസ്സിൽ പിള്ളേരില്ല, അവർ വേറെ കണ്ടൊക്കെയാണ്, അവർക്ക് പകരം അവർക്ക് വേണ്ടി ഞങ്ങൾ ആൾമാറാട്ടം കാണിക്കുന്നു, 2000 രൂപയ്ക്കും ബിരിയാണിക്ക് അവർക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നുണ്ട്. അത് ശരിയല്ലേ? പോസ്റ്റ് BSc MSc ക്ലാസ്സിൽ കയറാതെ നോൺ അറ്റൻഡിങ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ കറസ്പോണ്ടൻസ് ആയിട്ടോ പഠിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല, നിയമം അനുശാസിക്കുന്നു. രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കാലാകാലങ്ങളായിട്ട് പുറത്തിറക്കിയ സർക്കുലറുകൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നു. ഈ സർക്കുലർ കൂടാതെ ഈ അടുത്ത കാലം വരെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഒരു പ്രധാന വിഷയം പരാമർശിച്ചിരുന്നു. അത് കർണാടകയിലെ നേഴ്സിംഗ് മാഫിയയുടെ സമ്മർദ്ദം മൂലം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അധികൃതർ അത് അവിടുന്ന് എടുത്തു മാറ്റി. അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ? അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ അതനുസരിച്ച് നീങ്ങിയാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. അത് പറഞ്ഞിരിക്കുന്നത് അവിടെ പരാമർശിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ പറയാം. PBBSc and MSc nursing courses offered by RGUHS are full-time, not by correspondence. If any such instances of correspondence are seen, please contact the Vice Chancellor, Registrar of RGUHS immediately. മലയാളത്തിൽ പറഞ്ഞാൽ, രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്ന PBBSc MSc നഴ്സിംഗ് കോഴ്സുകൾ കറസ്പോണ്ടൻസ് ആയി പഠിക്കാൻ സാധ്യമല്ല. ഇത്തരം സാഹചര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറോ രജിസ്ട്രാറെയോ ബന്ധപ്പെടുക. ഇതാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ കാര്യം, ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ചട്ടങ്ങൾ പ്രകാരം ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വർഷാവർഷവും ലോക്കൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റി ഒരു പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ടെല്ലാം വന്ന് സിൻഡിക്കേറ്റ് കൂടി ഈ കോളേജുകളുടെ അഫിലിയേഷനെ പറ്റി തീരുമാനമെടുക്കും. അങ്ങനെ അതിൽ വന്ന് 185ാമത്തെ സിൻഡിക്കേറ്റ് മീറ്റിംഗ്, അത് 19/1/2024 നടന്നതാണ്. അത് 2023-2024 അഫിലിയേഷൻ സംബന്ധിച്ചാണ്. അതില് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ കാണിക്കാം. ഒരു വലിയൊരു ഫയലാ, 100-120 പേജിന് മേളിലുണ്ട്. അത് ആ ഫയൽ മൊത്തം ആവശ്യമുള്ളവര് എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിന്റെ ഒരു PDF ഫയൽ ഞാൻ അയച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് 90 പേജ് നമ്പർ 90-91 അവിടെ ശാന്തിധാമ കോളേജ് നഴ്സിംഗിനെ പറ്റി വ്യക്തമായ ചില കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. അത് ഈ കോളേജ് നടത്തുന്ന ട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, കൂടാതെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് MSc നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികളെ ആരെയും ഇൻസ്പെക്ഷൻ സമയത്ത് ക്യാമ്പസിൽ കാണുന്നില്ല. എന്തുകൊണ്ട്? ഇവരെവിടാണ്? ഇവര്
എവിടാണെന്നുള്ളൊരു ഉത്തരവാണ് നമ്മൾ പഴയ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. ഇവരാരും ക്യാമ്പസിൽ ഇല്ല. ഇവർക്ക് പകരം കുട്ടികൾ 2000 രൂപയ്ക്ക് ബിരിയാണിക്ക് കൂലിക്ക് ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുന്നു. അതൊന്ന്. പിന്നെ ഇത് കണ്ടോ, ദേ ശാന്തിധാമ നഴ്സിംഗ് കോളേജിൽ 24-25 വർഷം പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്ത പിള്ളേരുടെ പേരും വിവരങ്ങളുമാണ്. കണ്ടില്ലേ? ഇത് പോസ്റ്റ് BSc. ഇത് കണ്ടോ, MScക്കാരുടെ വിവരങ്ങൾ. ഇനി മക്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കോളേജിന്റെ അംഗീകാരം അഫിലിയേഷൻ നഷ്ടപ്പെടുവോ ഇല്ലയോ? അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കോളേജിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ ഇവരുടെ ഫോട്ടോ സഹിതം അവിടെ സ്വീകരിക്കണം. അവരത് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി സംരക്ഷിക്കണമെന്ന് നിങ്ങൾ രക്ഷിതാക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇത് കമന്റ് വന്നിട്ട് ഞങ്ങളുടെ കോളേജ് നല്ലതാണ്, ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഇയാൾക്ക് എന്നാടോ, ഇയാൾ എന്തിനാടോ ഞങ്ങളുടെ കാര്യത്തിൽ ശാന്തിധാമയിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അതിന്റെ ഉത്തരങ്ങൾ പിന്നെ പറയാം. അപ്പം നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, ഒരു വിഷയവും ഇല്ല. പക്ഷെ സത്യം ഒരിക്കലും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ കുട്ടികളെ പറ്റിയുള്ള അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സിറ്റി ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി ചോദിച്ചു വാങ്ങിക്കാം. അതേപോലെ ഈ കുട്ടികൾ നിങ്ങളുടെ സഹപാഠികളല്ലേ? ഇത്രയും കുട്ടികൾ 100-120 കുട്ടികൾ ഈ ക്യാമ്പസിൽ കാണേണ്ടതല്ലേ? ഹോസ്റ്റലിൽ നിങ്ങളുടെ കൂടെ കാണേണ്ടതല്ലേ? ഇവരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന സത്യവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ആ കുട്ടികളുടെ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റും ഇവരുടെ ID കാർഡും ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ എനിക്കൊന്ന് എടുത്ത് അയച്ചതാണ്. അതൊത്തു നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് വ്യാജമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും എൻ്റെ പേരിൽ മാസ് പരാതി അയക്കണം. ഞാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതിന്റെ അടിസ്ഥാനം യൂണിവേഴ്സിറ്റിയുടെ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ മുമ്പേ കാണിച്ചു സിൻഡിക്കേറ്റ് മീറ്റിംഗിന്റെ പരാമർശം. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ, അതുപോലെ തന്നെ ഇവിടുത്തെ അത് പിന്നുണ്ട് LIC പ്രഫോർമ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. അത് ചോദിച്ചു വാങ്ങണം. വാങ്ങിയിട്ട് ഈ 3-4 കോളേജ് ഉണ്ടല്ലോ, ഇവിടെ എല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകർ ആരാന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ പോയാൽ എനിക്കെന്താ? പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലേലും കൊള്ളാം, കോപ്പി അടി ജയിച്ചാലും കൊള്ളാം, ജയിച്ചില്ലേലും കൊള്ളാം, 2000 രൂപയ്ക്കും ബിരിയാണിക്ക് ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയാലും കൊള്ളാം, എഴുതിയില്ലേലും കൊള്ളാം. പക്ഷേ നിങ്ങളൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത്. തന്നെയുമല്ല, പഠന ആരംഭത്തിൽ നിങ്ങളൊരു വിളക്ക്, ഒരു തിരുനാളത്തിന്റെ മുമ്പിൽ കൈ പിടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം കാര്യം, ഈ തൊഴില് നിങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന്റെ ലാഭത്തിന് വേണ്ടിയാണ് നേഴ്സിംഗ് തൊഴിൽ. അതൊരു ആതുര സേവനമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെടുത്ത് അറിയിക്കാമെങ്കിൽ എനിക്കൊന്ന് അയച്ചതാ. ഇതോടൊപ്പം ഞാൻ ഈ നേരത്തെ ആദ്യം പറഞ്ഞ ആ സർക്കുലറുകളും ആ ഗൈഡ് ലൈൻസിന്റെ എല്ലാം ഒരു ഫയല് ഞാൻ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ബോക്സിലും ആദ്യത്തെ കമന്റിലും പിൻ ചെയ്തിടുന്നുണ്ട്. വ്യക്തമായിട്ട് പരിശോധിക്കണം. ഇതോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, തൻ്റെടമുള്ളവർക്ക്, നല്ലൊരു നേഴ്സ് ആകണമെന്ന് മനസ്സിൽ 100% ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭ്യമാകും. അത് വിവരാവകാശ നിയമം 2005 പ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മതി. 10 രൂപയുടെ പോസ്റ്റൽ ഓർഡർ. ഈ അപേക്ഷയുടെ ഫോർമാറ്റ്, 2 ഫോർമാറ്റ് ഞാൻ ഇതോടൊപ്പം ഈ ഫയലിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരും രക്ഷിതാക്കളും ഇത് ഉപയോഗിക്കുക. ആ ഫോർമാറ്റിൽ ഫ്രമിന്റെ അവിടെ നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതുക, താഴെ ഒപ്പിടുക. ആ പോസ്റ്റൽ ഓർഡർ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പോസ്റ്റലായിട്ട് രജിസ്റ്റർ പോസ്റ്റിൽ അയച്ചു കൊടുക്കണം. റെസിപ്റ്റ് കൈവെക്കണം. നമുക്ക് ട്രാക്ക് ചെയ്യാം. താല്പര്യമുള്ളവരും മാത്രം നിങ്ങളുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ വന്ന് കയ്യെ പിടിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ പറയുക. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.